എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായും വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ഇന്നലെ വരികയുണ്ടായി. SIR കേരളത്തിൽ നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് LDFും UDFും സംയുക്തമായി കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. ആ പ്രമേയം പാസാക്കിയ സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേരളത്തിലെ LDFും UDFും CPMും കോൺഗ്രസും തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായ, വസ്തുതാ വിരുദ്ധമായ ഒരു പ്രചാരണത്തിനാണ് നിയമസഭയെ സാക്ഷിയാക്കിയതെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. 2002 ശേഷം ഈ രാജ്യത്ത് സമഗ്രമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടില്ല. ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ സംശുദ്ധമാക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ മൗലികമായ നടപടിയാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ ശക്തമായി എതിർത്തു. കാരണം അവര് ആശ്രയിച്ചിരുന്നത് രാജ്യത്തിന് വെളിയിൽ നിന്നുള്ളവരെ പോലും, നുഴഞ്ഞുകയറ്റക്കാരെ പോലും രാജ്യത്ത് വോട്ടർ പട്ടികയിൽ പെടുത്തി സ്ഥിരമായി അവര് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. ആസാമിലും ബംഗാളിലും ബീഹാറിലുമെല്ലാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അന്യരാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാർക്ക് പോലും ഇവിടെ ID കാർഡുകൾ സംഘടിപ്പിച്ചു കൊടുത്ത് വോട്ടർ പട്ടികയിൽ അവരെ പേര് ചേർത്തി സംശുദ്ധമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിച്ചത്. പക്ഷേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ പൂച്ച പുറത്തു ചാടി. അവർ കുറെ ബഹളം വെച്ചു. പക്ഷെ അവരുടെ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ ഘട്ടത്തിൽ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണം തെളിയിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായി വോട്ട് ചോരി എന്നുള്ള വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ വലിയ റാലി നടത്തി. നമ്മുടെ മലയാള മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ റിപ്പോർട്ടിങ്ങിനുണ്ട്. കേരളത്തിലുള്ള എല്ലാ ചാനലുകളും ഉണ്ട്, എല്ലാ പത്രങ്ങളും ഉണ്ട്. അവരെല്ലാം പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും SIRനെതിരായുള്ള പ്രചരണവും ഒരു വരി പോലും ഇന്ത്യ സഖ്യം അവിടെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു, ബീഹാറിൽ വോട്ട് ചോരി ആരോപണവും SIRനെതിരായിട്ടുള്ള പ്രചാരണവും RJയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നേയില്ല. അപ്പൊ അവര് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴെല്ലാം ഈ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു കള്ളപ്രചരണമായിരുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യാൻ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാജ്യവിരുദ്ധ പ്രചാരണം, ഒരു ആന്റി നാഷണൽ ക്യാമ്പയിനാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തിയത്. കേരളത്തിലാണെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെ എതിർക്കാൻ ഒരു ന്യായവുമില്ലാതെയാണ് അവർ അതിനെ എതിർത്തിരിക്കുന്നത്. വോട്ടർ പട്ടിക BJP പരിഷ്കരിക്കുന്നതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഷ്കരിക്കുന്നതാണ്. എല്ലാ വീടുകളിലും BLOമാരാണ് പോകുന്നത്. അവരെ RSS കാര്യാലയത്തിൽ നിന്ന് അയക്കുന്നതല്ല.
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാനത്തെ ജീവനക്കാരും അധ്യാപകരും അങ്ങനെയൊക്കെയുള്ള BLOമാരാണ് പോകുന്നത്. അവർ വീടുകളിൽ ചെന്ന് ഐഡന്റിറ്റി കാർഡ് പരിശോധിച്ച് ശരിയായ വോട്ടറാണോ എന്ന് ഉറപ്പുവരുത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുക. ഇരട്ട വോട്ടും വ്യാജ വോട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല അവസരമാണ് അത് ശുദ്ധീകരിച്ച് ഒരു ശരിയായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ. കോൺഗ്രസിന്റെ ഗതിയാണ് ഏറ്റവും ദയനീയം. കോൺഗ്രസ് കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും LDFും വ്യാപകമായ കള്ളവോട്ട് ചേർക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ അറിയാം, ഇതുപോലെ വ്യാജ വോട്ട് ചേർക്കാനും കള്ളവോട്ട് ചേർക്കാനും സമർത്ഥന്മാരായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയോട് എത്ര സ്ഥലത്താണ് അവർ യുദ്ധം ചെയ്തിട്ടുള്ളത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ അനുഭവമാണ്. കർക്കിടക വാവിന് തർപ്പണം ചെയ്യാൻ പിതൃക്കൾ വരുന്നത് പോലെ മരിച്ചുപോയ ആളുകൾ വന്ന് കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അതിനുവേണ്ടി വലിയ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. അതിനെതിരായിട്ട് ആ കോൺഗ്രസും കൂടി ഈ VD സതീശനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിൽ വന്നതോടുകൂടി അവരും കൂടി ഇവിടെ SIR-നെതിരെ പ്രമേയം പാസാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇപ്പോൾ അവിടുന്ന് ജയിച്ച് MP ആയിട്ടുള്ള ശ്രീമാൻ അടൂർ പ്രകാശ് 50,000-ത്തിലധികം ഇരട്ട വോട്ടുകൾ അദ്ദേഹം തള്ളിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, BJP പറഞ്ഞതല്ല. വളരെ ആധികാരികമായി ഉത്തരവാദിത്വത്തോടുകൂടി അടൂർ പ്രകാശും കോൺഗ്രസ് നേതാക്കളും പൊതുമധ്യത്തിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞതാണ് 50,000-ത്തിലധികം ഇരട്ട വോട്ടുകൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്, ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി, സോഫ്റ്റ്വെയർ വഴി പരാതി കൊടുത്തു എന്നാണ്. ഇവിടെ ഒരു മാസം മുമ്പ് നമ്മുടെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ പറഞ്ഞത് തൃശൂരിൽ BJP ജയിച്ചത്, സുരേഷ് ഗോപി ജയിച്ചത് അധികം വോട്ട് അവിടെ ചേർത്തത് കൊണ്ടാണ് എന്ന്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ പലയിടത്തും ഇരട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള വലിയ തർക്കവിതർക്കങ്ങൾ LDFും UDFും തമ്മിൽ നടക്കുകയാണ്. ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് UDF സമരത്തിലാണ്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇരട്ട വോട്ടുകളുടെ പേരിൽ UDF സമരത്തിലാണ്. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന പാർട്ടിയാണ് UDF. ഇപ്പൊ ഇരട്ട വോട്ടുകൾ തള്ളിക്കാൻ, വ്യാജ വോട്ടുകൾ തള്ളിക്കാൻ, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ഒന്നാന്തരം ഒരു അവസരം കിട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിനെ എതിർക്കുക. വിനാശകരമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ LDFും UDFും ഉന്നയിക്കുന്നത്. അവർക്ക് മനസ്സിലായി, ശരിയായ നിലയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചാൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പല മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടുകൾ ചേർക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ വ്യാപകമായി കർണാടകയിൽ നിന്നുള്ള വോട്ടർമാരെ മുസ്ലിം ലീഗ് ആസൂത്രിതമായി പട്ടികയിൽ ചേർക്കുന്നുണ്ട്, വ്യാജ വോട്ടുകൾ. മലപ്പുറം ജില്ലയിലും മുസ്ലിം ലീഗിന് ശക്തിയുള്ള പല മണ്ഡലങ്ങളിലും വ്യാപകമായ ഇരട്ട വോട്ടുകളുണ്ട്. CPM ആവട്ടെ സാർവത്രികമായി കേരളത്തിൽ ഇരട്ട വോട്ടുകൾ ചേർക്കുകയാണ്. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുകയാണ് കേരളം. കേരളത്തിലെ പല നഗരങ്ങളിലും ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർമാരെ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം
ഇവർ പരസ്പരം ഉന്നയിച്ച് അത് ശരിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ, പരിഷ്കരിക്കാൻ, ശരിയായ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയ്ക്ക് ഏറ്റവും ആവശ്യമാണ്. അതിനുള്ള ഒന്നാം തരം അവസരം കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഞങ്ങളിത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരിക്കണം, SIR നടപ്പാക്കണം, നീതിയുക്തമായ തെരഞ്ഞെടുപ്പിന് ഇത് ആവശ്യമാണ്